ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കായാലും നമുക്കായാലും ഈ ഡ്രിങ്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതിനു മുമ്പ് നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിവിടെ അരക്കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബദാമിന്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും. നമുക്കിതിന്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം. ഒരു 20 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ഇപ്പൊ ഈ ബദാമൊക്കെ നല്ല സുന്ദരനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ചിട്ട് ചൂടാക്കാം. നിങ്ങൾക്ക് ഈ മിൽക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 3-3.5 കപ്പ് എടുത്തോളൂ. പാല് തിളയ്ക്കുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നേരത്തെ അരച്ചു വെച്ച ബദാം പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഈ പാലുമായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരല്പം കുങ്കുമപ്പൂവ് കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ഇതിന്റെ കൂടെ ചേർക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചെറിയ ചൂടോടെ കുടിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാം. എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ കുടിച്ചോളൂ. അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.